ഞാൻ കൃഷ്ണകുമാർ. അയ്യോ, ഞങ്ങളന്ന് വീട്ടിൽ വന്നിരുന്നു. ഓ, ആ വരവിൽ എനിക്ക് നഷ്ടം 10 ലക്ഷം. ഇതാ ഇപ്പൊ 1,000. അങ്ങനെ 10,50,000 തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി വക. എന്നെങ്കിലും ഒരു വലിയ പണക്കാരിയാവുമ്പോ പലിശ വേണ്ട, എന്റെ മുതൽ എനിക്ക് തിരിച്ചു തരണം. എനിക്ക് സങ്കട എന്റെ കാശ് ആർക്കെങ്കിലും വെറുതെ കൊടുക്കുന്നത്. തരും, തന്ന് തീർക്കുന്ന മനസ്സിൽ പറഞ്ഞു വെച്ചോളൂ. എങ്ങനെയുണ്ട്? എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ. ആ, സാറേ. എന്താ സാറേ? എന്താടോ സാറേ, ആവശ്യത്തിലേറെ കയ്യിലുള്ള പണത്തിന് വെറും കടലാസ് കെട്ടിന്റെ വിലയുണ്ട്. പക്ഷെ ആ പണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണ് തുടയ്ക്കാൻ കഴിയുമ്പോൾ ആ കടലാസ് പണമായി, അതിന് പണത്തിന്റെ മൂല്യമുണ്ടായി. മനസ്സിലാവണുണ്ടോ തമ്പി സാറിന്? ഈങ്ങാപ്പാറയിൽ ഒരു കുരുമുളക് തോട്ടം നോക്കണം, വിലയൊത്താലെന്നും തന്നെ കച്ചവടമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന് വഴിയരികിൽ ഒരു ഇഷ്യൂ 5,000 മണീസിന് സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ കരയ്ക്ക് വന്ന് എന്നോട് സാഹിത്യം അടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. സോറി സർ, ഏതൊരു വിഡ്ഢി പറഞ്ഞ കഥ. അതാണ് ജീവിതം. പച്ചപ്പട്ട് വിരിച്ച വയലേലകളിൽ ഒരു മന്ദമാരുതനേറ്റ് നിൽക്കുമ്പോൾ കൃഷ്ണകുമാറേ, ആ കുട്ടി പാവ സാറേ, കാണാനും കൊള്ളാം. അതുകൊണ്ട് തന്നെ 5,000 വീശത്. സാർ വാക്കേറ്. എടാ കള്ള കൃഷ്ണ, അങ്ങനെ വിളിക്കല്ലേ സാറേ. സാറേ, നാളെ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിൽ ലവിന്റെ കൗണ്ട് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ലക്ഷങ്ങളുടെ ഡ്രാഫ്റ്റ് കാണുമ്പോ, ഒരു പുതിയ ബിസിനസ് ഡീൽ ഓക്കെ ആകുമ്പോ, ചുളിവിലേക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കയ്യിൽ തടയുമ്പോ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ ആ മുഖത്തൊരു നല്ല തിളക്കം കണ്ടിട്ടുള്ളത്. ഇതിപ്പോ അതിലൊക്കെ വലിയ തിളക്ക എന്ന് പറയാം. നമുക്ക് ആലോചിക്കാൻ പറ്റണ തന്നെയല്ലേ വീടും ചുറ്റുപാടും. ഫിനാൻഷ്യലി വളരെ മോശം ഷേപ്പിലാണ്. പക്ഷേ പഴയ പെരുമയുള്ള തറവാട്ടുകാരാ. ആ ഏട്ടൻ ഫ്രോഡ് ഒഴിച്ച്. ആ കുട്ടി എന്താ ചെയ്യണേ? അതല്ലേ രസം. MBBS കഴിഞ്ഞ് നിൽക്കുക. ഓഹോ, നാളെ നമ്മുടെ ഹോസ്പിറ്റൽ നോക്കി നടത്താനുള്ള യോഗം അതിനാവും. അവനെ പ്രാണനെ പോലെ കൊണ്ട് നടക്കണം. എനിക്ക് അതാ വലുത്. എന്താ മുതലാളി, പതിവില്ലാത്തൊരു കിടപ്പ്? ഏയ്, വെറുതെ എങ്ങനെ. എങ്ങനെ? ഞാൻ ഇന്ന് ആ കുട്ടിയെ കണ്ടു. അറിഞ്ഞു, നിന്റെ തമ്പി സാറ് പറഞ്ഞു. പാവ അല്ലേ ദേവു? കൃഷ്ണ, എന്താടാ വീണോ നീ? വീണോന്ന് ചോദിച്ചാ വീഴട്ടെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് പറയൂടാ. ഞാൻ നാമമുറി ചെന്നിട്ട് സാക്ഷാൽ കൃഷ്ണന് നന്ദി പറയട്ടെ. ഒടുക്ക എന്റെ അനിയനെ കൊണ്ട് നല്ല കാര്യങ്ങൾ തോന്നിച്ചല്ലോ മൂപ്പര്. എന്റെ ദേവുവിനെ പൊന്നുപോലെ നോക്കണൊരു കുട്ടി. അതിനല്ല ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നേ. അതവളാണ് ദേവു. ഉറപ്പിക്കല്ലടാ, അവരോട് ചോദിക്കണം. വീട്ടിലിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും MBBS കഴിഞ്ഞ് നിക്ക അവള്. MBBS? PDC ഫീൽഡ് ഞെട്ടിപ്പോയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, തമ്പി സാറാ പറഞ്ഞത്. തമ്പി സാർ കണ്ടിരുന്നു വീട്ടിൽ പോയപ്പോ ആ കുട്ടിയെ. അതില് ടെൻഷൻ വേണ്ട. അന്വേഷണവും പെണ്ണു ചോദിക്കലും ഒക്കെ എന്റെയും തമ്പി സാറിന്റെ ഡ്യൂട്ടിയാ. നീ അത്യാവശ്യം സ്വപ്നം കാണലൊക്കെ തുടങ്ങിക്കോ. സ്വപ്നം കാണുമ്പോ ഒട്ടും കുറക്കില്ലാട്ടോ. നല്ല ലാവിഷായിട്ട് തന്നെ കാണും. ആ, ഓമനെ തങ്കമേ. 10 മിനിറ്റിന് ഇളയ കൂടപ്പിറപ്പിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഗ്രേറ്റ് ചേച്ചി. ഐ അപ്രീഷിയേറ്റ് യു. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. MD നമുക്ക് പതുക്കെ ചെയ്യാം. തൽക്കാലം കക്ഷി ഇവിടെ ജോയിൻ ചെയ്യട്ടെ. എനിക്കൊരു ജൂനിയർ ആവശ്യമുണ്ട്. നോക്കട്ടെ, അത്ര മോശമല്ലാത്തൊരു സാലറി കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. വലിയ ഉപകാരവും. ഉപകാരം ഇയാൾക്കുണ്ടാവണം. വീട്ടിലെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഒരാളുകൂടി ആയാൽ വലിയ ഹെൽപ്പല്ലേ? ഞാൻ അവളോട് സാറിനെ വന്ന് കാണാൻ പറയാം. യെസ്. മീൻ ടൈം ഞാൻ മാനേജ്മെന്റുമായി സംസാരിക്കുകയും ചെയ്യാം. ദാറ്റ്സ് എ ഫോർമൽ ടോക്ക്. എന്നാ ഞാൻ. യെസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്.
എങ്ങനെ നടക്കുന്നു ഹോസ്പിറ്റൽ എന്ന് പരിശോധിക്കാൻ വന്നതാണോ മുതലാളിയമ്മ? കളിയാക്കണ്ട സർ. മേനോൻ സർ വന്ന ശേഷം അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വരുന്ന കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞാനിപ്പോ രോഗിയായിട്ട് വന്നതാ. ആഹാ. ആ എന്താ കുട്ടി? സാറിനെ കാണാൻ വന്നതാ. ഇറങ്ങട്ടെ. ഈ കുട്ടി അറിയാം? ഒരു റൂറൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു 1 year ബാക്ക്. നഴ്സിംഗ് പ്രൊഫഷനിൽ ഇത്ര സിൻസിയറായ കുട്ടികളെ വളരെ റയറായിട്ട് കാണാൻ കിട്ടും. അതിനീ കുട്ടി നേഴ്സാ? നഴ്സിന്റെ ജോലി ചെയ്തുകൊണ്ട് ഇവളുടെ സിസ്റ്ററിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. സിസ്റ്റർ എന്ന് പറയുമ്പോ ഇവളുടെ ട്വിൻ സിസ്റ്റർ, ഇരട്ട കുട്ടികളാ. MBBS കാരി ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവളെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക. പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ബോസിനെ അറിയിക്കണമല്ലോ. ആ ജോലിയും കഴിഞ്ഞു. ഓ അതറിഞ്ഞില്ല. ഇരട്ട കുട്ടികൾ, ഒരാൾ നേഴ്സും മറ്റേയാൾ ഡോക്ടറും. യെസ്, ലുക്ക് അലൈക്ക് സിസ്റ്റേഴ്സ്. എന്താ ഇവിടെ? അല്ല, എപ്പ വന്നു? ഹൈ, എന്തിനാ വന്നേ? അയ്യോ, എങ്ങനെ വന്നു? ഓട്ടോയില്. ആ ഊവല്ലേ, നന്നായി. ഈ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോ വളരെ ബെസ്റ്റാണ്. കാണണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കാണുന്ന ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഊവാണ്. ഇരിക്കൂ, ഇരിക്കൂ. എനിക്കങ്ങനെയൊന്നുമില്ല. ഇരിക്കുന്ന ഞാനങ്ങട്. ചേച്ചി, ചേച്ചി മുതലാളി വന്നോ? ആരാ? എന്താടാ വിളിക്കണേ? എന്തു പറ്റി ഇവന്? ഡാ കൃഷ്ണ, ഒരാള് രണ്ടുപേരെ പോലെ ഇരിക്കണു. മനുഷ്യനെ ഭ്രാന്താക്കിട്ട് ഇങ്ങനെ കൊലച്ചിരിച്ചിരിക്കല്ലേ എന്റെ ദേവുട്ടി? ചിരിക്കാതെ പിന്നെ. ഡോക്ടർ മേനോൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവണത്. അത് നിന്നെ ഒന്ന് കാണിച്ച് നീ ഇങ്ങനെ ബ്ലിങ്കസ്യാന്ന് ആവണത് കാണാനാ ഞാനിരുന്നേ. ദൈവ ഫോൺ ഇടുന്നേ. മേത്തയുടെ ഫോണായിട്ട് വന്ന തന്നെ ഞാൻ ഈ ഫോൺ എറിഞ്ഞ് കൊല്ലും ഞാൻ. മേത്തയായിട്ട് നമുക്ക് ഇനി ഒരു ബിസിനസ്സും വേണ്ട. നോക്കെടുത്ത് ഇംഗ്ലീഷ് പറയുള്ളൂ, വൃത്തിയിട്ടവൻ. ശരി, ഇതിൽ നീ ആരെയാ കെട്ടാൻ പോണേ? എന്റെ കയ്യിൽ നിന്ന് പോയി മോളെ. ഇതിലൊന്ന് തൊടു. എന്തിനാ? തൊടു കുട്ടി. കൃഷ്ണ, എന്താ? നിന്നെയല്ല, ഒറിജിനലിനെയാ. ആ തമ്പി സാർ. ഓ, ഞാൻ വിചാരിച്ചു ബോംബെന്ന് മേത്തായിരിക്കും. ആ വരണം വരണം. തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി സാർ. എന്താ അയ്യാതെ മുഖയിങ്ങനെ? കുഴപ്പത്തിനൊന്നും അല്ല, ഒരു നല്ല കാര്യം പറയാനാ വിളിപ്പിച്ചത്. മോഹം ഇങ്ങനെ ആയത് ആ നല്ല കാര്യത്തിന്റെ സൂചന കിട്ടി. കേട്ട ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. പറഞ്ഞോ? ചെറുതായിട്ട്. കൊല്ലൂന്ന് പറഞ്ഞാലും വണ്ടിയിലോട്ട് കയറത്തില്ല. പിന്നെ അങ്ങ് പറഞ്ഞു. സത്യമാണോ തമ്പി സാർ? ഉവ്വേ. ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു പ്രപ്പോസൽ. ഇനി പറയേണ്ടത് നിങ്ങളാണ്. കൂടുതൽ എന്ത് പറയാൻ? എപ്പോ ഇവിടെ വെച്ച് നടത്തണമെന്ന് പറ. പിന്നെ സ്ത്രീധനമായിട്ട് ഒരു ചില്ലി പ്രതീക്ഷിക്കണ്ട. അതെന്റെ ഒരു പോളിസിയാണ്. തന്റെ ഒപ്പീനിയൻ അല്ല ചോദിച്ചത്, കുട്ടിയുടെ മനസ്സെന്താണെന്ന് അറിയാം. MBBS കഴിച്ച ഒരു പെൺകുട്ടിക്ക് അവളുടേതായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതറിഞ്ഞിട്ട് താൻ എന്നെ വന്ന് കാണും. പൊയ്ക്കോ. അല്ലറ ചില്ലറ ധാരണാപശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃഷ്ണകുമാറും ഞാനുമായുള്ള ഒരു ബന്ധമാണല്ലോ ഇപ്പൊ ഒരു പെണ്ണിന്റെ തലവര മാറ്റിയത്. അച്യുതൻകുട്ടിയുടെ കോണ്ടാക്ട്സിന്റെ ബന്ധങ്ങളുടെ ഫലം തന്നെയായത്. ആ നന്ദി ഉണ്ടാവണം. എന്ന് വെച്ചാ ഇവന് ലക്ഷങ്ങൾ കൊണ്ടക്കൊടുത്തത് കാട്ടണമെന്നല്ല. എനിക്കാരുടെയും 10 പൈസ വേണ്ട. അങ്ങനെ കോടീശ്വരന്റെ അളിയെ ഞാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടില്ല. അല്ലടോ, ഭദ്രക്കല്ലേ ആലോചന വന്നത്? ഓ, എവരുടെ തലയിൽ എന്താ ഭാമ? അവളെയാ ചോദിച്ചേ. അല്ലാതെ ഹെൽത്ത് സെന്ററിലെ നഴ്സിനെ കെട്ടാൻ കോടീശ്വരൻ വന്നു എന്നാ വിചാരിച്ചേ? ഇത് അവളുടെ പഠിപ്പിന് 4 ലക്ഷം രൂപ ഡിഗ്രിക്കും കിട്ടിയതാ. MBBS. ആ പഠിപ്പ് ഒരുത്തി നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടവന്റെ പുണ്ണും പഴുപ്പും തോണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന കാശിന്റെ മേലുണ്ടായ പഠിപ്പാ. ഇവിടെ ത്യാഗത്തിന് അവാർഡ് കൊടുക്കണ കാര്യമല്ല. ഒരു പെണ്ണന്വേഷണ നടന്നത്. ഉത്തരം പറയണ അവരുടെ അടുക്കല്. അവക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണത് എന്നാവോ? അമ്മേ, എന്തിനാ എന്റെ കാര്യം ഇതിന്റെ ഇടയിൽ വലിച്ചഴിക്കണേ?
നമുക്ക് സമ്മതാണെന്ന് പറഞ്ഞോളൂ ഏട്ടാ. അവളെവിടെ? അവളുടെ സമ്മതം തന്നെയാ ഞാൻ പറഞ്ഞേ. ഭാമേ